എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? അപ്പം കുറച്ച് നാൾക്ക് ശേഷമാണല്ലോ നമ്മളൊരു വീഡിയോ ഒക്കെ ഇടുന്നത്. കുറച്ച് തിരക്കായിപ്പോയി, കോളേജൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കായിപ്പോയി. അപ്പം ഇനിയിപ്പം നമ്മൾ ഫുൾ ഓൺ എനർജിയിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോസ് കാണാൻ പറ്റും. അപ്പം ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുമ്പോട്ട് പോകാം, അല്ലേ? ഞാൻ ഇന്നെന്താ ഇങ്ങനെ നിൽക്കുന്നതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ഇന്നൊരു സ്കിൻ കെയർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു കുട്ടി സ്കിൻ കെയർ. അതിപ്പോൾ കോളേജിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം ടാൻ അടിച്ച് ഇതായിട്ട് ഇരിക്കുവാണ്. അപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു പാർട്ടിയോ അല്ലെങ്കിൽ ഫംഗ്ഷനോ അല്ലെങ്കിൽ ടാനൊക്കെ ഒന്ന് മാറ്റണമെന്നോ നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലെ കുറച്ച് സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്ക് എപ്പോഴും ഈ പാർലറിലൊക്കെ പോയി ഫേഷ്യലൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു സ്കിൻ കെയർ ചെയ്ത് നോക്കാം. ഇതിനാകുമ്പോൾ അധികം സൈഡ് എഫക്ട്സ് കാണത്തില്ല. പിന്നെ ഏത് സ്കിൻ കെയർ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം നമ്മളുടെ സ്കിന്നിനത് കറക്റ്റ് ആണോ എന്ന് നോക്കണം. അപ്പോൾ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മളിപ്പോൾ ഏതൊരു സ്കിൻ കെയർ ആണെങ്കിലും നമ്മൾ ആ പാക്ക്, നമ്മൾ ഏതാണോ പാക്ക് എടുക്കുന്നത് ആ പാക്ക് ഒന്നെങ്കിൽ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ കഴുത്തിലോ നമ്മളൊന്നൊരു ചെറിയൊരു പാച്ച് ഇട്ടിട്ട് നോക്കണം. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ എന്തും മുഖത്തിടാവും. കാരണം നമ്മുടെ മുഖമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പം ഇപ്പം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, വീട്ടിൽ തന്നെയുള്ള കുഞ്ഞു സാധനങ്ങൾ വെച്ചൊരു കുട്ടി സ്കിൻ കെയർ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിനകത്തോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ മുഖം നന്നായിട്ട് വാഷ് ചെയ്യാം. നമ്മൾ ഏതൊരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യണം നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. നമ്മളത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്ത് ഡേർട്ടൊന്നും കാണരുത്. അതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ ചെറിയൊരു നനവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രബിങ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഒരു ഹാഫ് കഷ്ണം തക്കാളിയും പിന്നെ കുറച്ച് പഞ്ചസാരയും. അപ്പോൾ ഈ തക്കാളി പഞ്ചസാരയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്യുക നന്നായിട്ട്. ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. ഇനി നമുക്കിത് പതുക്കെ, കുറച്ച് നല്ല സ്ട്രെസ് കൊടുക്കരുത്, കാരണം പഞ്ചസാരയാണ്, മുഖം സ്ക്രാച്ച് ആവരുത്. അപ്പോൾ പതുക്കെ നമ്മൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യുക. ഇതാകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യും. ആ പഞ്ചസാര വരുമ്പോൾ ആ സ്ക്രബും ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ആ തക്കാളിയുടെ ആ ഗുണവും കിട്ടും. അപ്പം ഇത് കുറച്ചും കൂടെ ഒന്ന് മുക്കി നമുക്ക് ചെയ്യാം. പഞ്ചസാര തീർന്നു നമുക്ക് തോന്നില്ല, അപ്പോൾ കുറച്ചും കൂടെ എടുത്ത് ചെയ്യാം. ഇങ്ങനെ റൗണ്ട് വൈസ് വേണം ചെയ്യാൻ. ചീക്കിലൊക്കെ നല്ല റൗണ്ട് ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ കഴുത്തേലും കൂടെ ചെയ്യും, അല്ലെങ്കിൽ രണ്ട് കളറായിട്ട് ഇരിക്കും. ഇത് മൊത്തത്തിൽ നമുക്കൊന്ന് ചെയ്യാം. ഒരു 5 മിനിറ്റ് സ്ക്രബ് ചെയ്യാം. മൂക്കിലൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. അപ്പൊ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറും. നമ്മൾ 5 മിനിറ്റോളം നമ്മുടെ ആ തക്കാളിയും പഞ്ചസാരയൊക്കെ വെച്ചിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫേസ് വാഷ് ചെയ്യാം. ജെന്റിലായിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പതുക്കെ നല്ലൊരു ടവൽ വെച്ചിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ ഇങ്ങനെ റബ്ബ് ചെയ്യരുത്, ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ സ്ക്രബ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ ഫേസ് എല്ലാം വാഷ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോഴേ. അപ്പൊ നമ്മുടെ സ്കിൻ നല്ല എക്സ്ഫോലിയേറ്റ് ചെയ്യും, നമ്മുടെ പോഴ്സ് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ആവും. അതുകൊണ്ടാണ് നമ്മുടെ സ്കിൻ ഇത്രയും സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് എന്ന് പറഞ്ഞാൽ പാക്കാണ്. അപ്പൊ നമ്മുടെ പാക്കിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. നമ്മുടെ ഫേസ് പാക്കിന് മെയിൻ ആയിട്ട് വേണ്ടത്, ഞാൻ ഇപ്പൊ എടുത്തേക്കുന്നത് 1 ടേബിൾ സ്പൂൺ ബേസനാണ്, അതായത് നമ്മുടെ കടലമാവ് 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു
1/2 ടേബിൾ സ്പൂൺ തൈര് അല്ലെങ്കിൽ യോഗേർട്ട്, എന്താണ് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ആഡ് ചെയ്യാം. ഇനി ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. സ്വല്പം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഫേസിൽ ഒരു മഞ്ഞ കളർ വരും. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുക, തൈര് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി മിക്സ് ചെയ്യാം. ഇത് നമുക്ക് എല്ലാ ജെൻഡറിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. നമ്മുടെ ഫേസ് പാക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ തൈര് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടി തൈരാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത്. നിങ്ങളുടെ കയ്യിൽ എന്താണ് അവൈലബിൾ അതനുസരിച്ച് ചെയ്യാം. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ പേസ്റ്റ് ഇരിക്കേണ്ടത്, നല്ല കട്ടിക്ക്. ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ വരുന്നതിന് മുമ്പോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ആഴ്ചയിൽ നമുക്കൊരു 3 ദിവസം വരെ നമുക്ക് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ആഴ്ചയിൽ മാക്സിമം ഒരു 3 ദിവസമൊക്കെ ഇടാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഒക്കെ വന്നു, അങ്ങനെ ആകുമ്പോൾ ഒന്നെങ്കിൽ ഫംഗ്ഷന്റെ അന്നോ അല്ലെങ്കിൽ ഫംഗ്ഷന്റെ മുമ്പത്തെ ദിവസവും നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പൊ ഫേസൊക്കെ നല്ല ഗ്ലോ ഒക്കെ ആയിട്ട് ഇരിക്കും, നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പം ഇത് നമുക്ക് നമ്മുടെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം. മാക്സിമം 3 ദിവസം അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾ കൈ വെച്ച് അപ്ലൈ ചെയ്യോ അല്ലെങ്കിൽ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യാം. എനിക്കിപ്പോൾ സൗകര്യം കൈ വെച്ച് അപ്ലൈ ചെയ്യാം, അതുകൊണ്ട് ഞാൻ കൈ വെച്ചാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ നന്നായിട്ട് ഫുൾ കവർ ചെയ്ത് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. നമ്മുടെ കണ്ണിന്റെ താഴെ ഒക്കെ ആയിട്ട്, മൂക്കിന്റെ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ, അവിടേക്ക് ഈ കറുത്ത പാടൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ചുണ്ടിന്റെ അവിടേക്ക് ഈ പാടുണ്ടെങ്കിൽ അവിടെയും കൂടെ ചേർത്ത് വേണം അപ്ലൈ ചെയ്യാൻ. കണ്ടോ, ഈ ഒരു ഏരിയയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. തന്നെ നെറ്റിയിൽ അപ്ലൈ ചെയ്യുക. ഈ മൂക്കിന്റെ പാലം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എന്ത് അപ്ലൈ ചെയ്താലും ഞാൻ പറഞ്ഞ പോലെ കഴുത്തേൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഇത് നമുക്ക് കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കേട്ടോ. അപ്പം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ചെവിയിലൊക്കെ കൂടെ അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കൈയുടെ ഈ മുട്ടിലൊക്കെ നമുക്ക് ഈ കറുത്ത പാടൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കൈ മുട്ടിലും കറുത്ത പാട് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. അതുപോലെ തന്നെ കഴുത്തിന്റെ ഇവിടെയുള്ള ആ പാടുകളൊക്കെ മാറണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമ്മളൊരു 2-3 പ്രാവശ്യം ഇത് ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. കണ്ണിന്റെ അടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പൊ ആ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്ന് കുറയും. ഓക്കെ, ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഉണങ്ങും. അത് കഴിഞ്ഞിട്ട് വേണം വാഷ് ചെയ്യാൻ. അപ്പൊ ഇത് ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ 20 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ പാക്ക് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വാഷ് ചെയ്തിട്ട് ഒന്ന് പാഡ് ഡ്രൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അതിന്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് അല്ലേ? അപ്പൊ ഒന്നും കൂടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ വൈറ്റനിങ് അല്ല പറയുന്നത്, സ്കിൻ ബ്രൈറ്റ്, അതുപോലെ തന്നെ ഒരു ഗ്ലോയും കൂടെ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ, വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുക്കുന്ന സാധനങ്ങളൊക്കെ വെച്ച് ഉപയോഗിക്കുമ്പോഴത്തേക്കും സൈഡ് എഫക്ട്സും കാണത്തില്ല. അപ്പം ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. ഒരു ടാൻ റിമൂവലൊക്കെ ആയിട്ടൊരു പാക്കാണ്. പിന്നെ അതുപോലെ തന്നെ സ്കിൻ സോഫ്റ്റും ആവും കേട്ടോ. ഒരു ഗ്ലോയും തരും, നല്ല ബ്രൈറ്റനും ചെയ്യും. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ എൻ്റെ സ്കിന്നിൽ തന്നെ നല്ല ഡിഫറൻസ് അറിയുന്നുണ്ട് അല്ലേ? അതായത് നേരത്തെ കണ്ടതിനെക്കാട്ടിലും കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുണ്ട്.
എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ പാർലറിലൊക്കെ പോയി ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് അഫോർഡബിളും ആണ്, അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്യാനും പറ്റും. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ അഥവാ ഫംഗ്ഷൻ ഇല്ലെങ്കിലും നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഗ്ലോ ഒക്കെ ആയി നല്ലൊരു ബ്രൈറ്റനായിട്ടായിരിക്കും ഇരിക്കുന്നത്, കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ നല്ലതേ നമുക്ക് എല്ലാ ദിവസവും കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.